സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയ പ്രതി ലിവിയ ജോസിനെ കൊടുങ്ങല്ലൂരിലെത്തിച്ചു. ലിവിയയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കോയമ്പത്തൂരിൽ തൃശൂർ സ്വദേശി ആക്രമിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ പുതിയ ടൈം ടേബിൾ നാളെ മുതൽ നിലവിൽ വരും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. 11 kV ലൈനിലേക്ക് കൂറ്റൻ മരം വീണു. ചൊക്കന നായാട്ടുകുന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം അവഗണിച്ചതായി നാട്ടുകാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം മഴ തുടരും. ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ മഴ കനത്തേക്കും. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതി ലിവിയ ജോസിനെ കൊടുങ്ങല്ലൂരിലെത്തിച്ചു. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് മുഖ്യപ്രതിയായ ലിവിയ ജോസ്. കഴിഞ്ഞ ദിവസമാണ് ഇവർ മുംബൈയിൽ നിന്ന് പിടിയിലായത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിൽ ലിവിയയെ ചോദ്യം ചെയ്യും. കോയമ്പത്തൂരിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. തൃശൂർ JB ഗോൾഡ് ഉടമ പാലക്കൽ സ്വദേശി ജെയ്സൺ ജേക്കബിന്റെ 1.25 കിലോ സ്വർണമാണ് ഇന്നലെ കവർന്നത്. ജെയ്സന്റെ സഹായി വിഷ്ണുവിനെയും ആക്രമിച്ചിരുന്നു. ലോറിയിലെത്തിയ 5-അംഗ സംഘം കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചാണ് സ്വർണം കവർന്നത്. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും പുതിയ ടൈം ടേബിൾ നാളെ മുതൽ നിലവിൽ വരും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. 8 മുതൽ 10 വരെ ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയാണ് സമയമാറ്റം നിലവിൽ വരുന്നത്. രാവിലെ 9:45 ക്ലാസ് തുടങ്ങും. 12:45 വരെ 4 പിരീഡുകളാണ് ഉണ്ടാവുക. 1:45 വരെയുള്ള ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് ശേഷം 4:15 വരെ 4 പിരീഡുകളും ക്രമീകരിച്ചിരിക്കുന്നു. രാവിലെ 10 മിനിറ്റിനും ഉച്ചതിരിഞ്ഞ് 5 മിനിറ്റിനും ഇടവേള നൽകും. 220 പ്രവൃത്തി ദിവസങ്ങളും 1100 പഠന മണിക്കൂറുകളുമാണ് ഇനി മുതൽ ഉണ്ടാവുക. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം കാരണമാണ് ഈ മാറ്റമെന്നാണ് സർക്കാർ നിലപാട്. 11 kV ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ് ഇന്നലെ രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത്. ഇതേ തുടർന്ന് 11 kV ലൈനിലെ കമ്പികൾ പൊട്ടിവീണു. സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡിനിരുവശത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏത് സമയവും 11 kV ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യമുള്ള ചൊക്കന കാരിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര ചൊക്കന 11 kV ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്പിളിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പഴയന്നൂരിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്താലംകുന്ന് വീട്ടിൽ 62 വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 19-ന് രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. എളനാട് ഭാഗത്തു നിന്ന് പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടം. തോട്ടുപാലത്തിന് സമീപം നടന്നു വരികയായിരുന്ന ഗംഗാധരൻ സാരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ മരണം സംഭവിച്ചത്. കേരളത്തിലെ ട്രെയിനുകളുടെ സമയക്രമത്തിലെ മാറ്റം പ്രാബല്യത്തിൽ. ഒക്ടോബർ 20 വരെയാണ് ട്രെയിനുകൾ പുതിയ സമയക്രമം പാലിച്ച് സർവീസ് നടത്തുക. മൺസൂൺ ഷെഡ്യൂളിന്റെ ഭാഗമായി കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിലാണ് മാറ്റം. 128 ദിവസത്തേക്ക് 42 ട്രെയിൻ സർവീസുകളാണ് പുതിയ സമയക്രമം ബാധകമാവുക. അമ്പഴക്കാട് ആടുകളെ കൊലപ്പെടുത്തിയതുമായി സമാനതകൾ
പുളിയിലക്കുന്നിലെ സംഭവത്തിലും കാണുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകുന്ന സൂചന. കൊല്ലപ്പെട്ട ആടുകളുടെ മുറിവിൽ കൂർത്ത പല്ലുകളുടെ പാടുകൾ കണ്ടിരുന്നു. മാംസത്തിൽ ആഴത്തിലുള്ള പല്ലുകളുടെ അടയാളമുണ്ട്. അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകളെ കൊലപ്പെടുത്തിയത് വന്യജീവികളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് സമാനമായ മുറിവുകളും സാഹചര്യങ്ങളുമാണ് പുളിയിലക്കുന്നിൽ വെള്ളാനി ആനിയുടെ വീട്ടിലെ 4 ആടുകളുടെ മാംസത്തിൽ ഉണ്ടായിട്ടുള്ളത്. കത്തോലിക്ക സമുദായം കാലങ്ങളായി അനുഭവിച്ചുവരുന്ന നിരവധി പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അവഗണനയിലും നിസ്സംഗതയിലും തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സമുദായ അംഗങ്ങളിലുള്ള കടുത്ത അതൃപ്തിയും വേദനയും അധികാരികളെ അറിയിക്കാനും ശക്തമായ പ്രതികരണ പരിപാടികൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. അതിരൂപത പാസ്റ്റർ കൌൺസിൽ യോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത സഹായ മെത്രാൻ ടോണി നീലങ്കാവിൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ദിൽജോ ഒലക്കേങ്കിൽ, പ്രൊഫസർ കെ.എം. ഫ്രാൻസിസ്, എൽ.സി. വിൻസെന്റ്, എ.ഡി. ഷാജു, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 3 കോഴികളെ വിഴുങ്ങുകയും 5 കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. രാവിലെ പ്രശാന്തിന്റെ അമ്മ കോഴിക്കൂട് തുറക്കാൻ ചെന്നപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷ്റഫാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 10 അടിയോളം വലുപ്പമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനത്തിലെത്തിച്ചു. റൈഡ് ഫോർ മെൻസ് കമ്മീഷൻ അഖിലേന്ത്യാ മോട്ടോർ സൈക്കിൾ റാലി തൃശൂരിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സേവ് ഇന്ത്യൻ ഫാമിലി മൂവ്മെന്റ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫരീദാബാദിൽ നിന്ന് മെയ് 30-ാം തീയതി തുടങ്ങിയ റാലി 20 സംസ്ഥാനങ്ങൾ കടന്ന് 35 ദിവസം കൊണ്ട് 16,000-ഓളം കിലോമീറ്റർ പിന്നിടും. പുരുഷന്മാരുടെ അവകാശങ്ങൾക്കും അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്നതിനുമായി സർക്കാർ നേതൃത്വത്തിലുള്ള കമ്മീഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് റാലി നടത്തുന്നത്. പ്രമുഖ റൈഡർമാരായ അംജദ് ഖാൻ, PR ഗോകുൽ, CC ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അമല മേരി റാണി LP സ്കൂൾ അണുവിമുക്തമാക്കി. വാർഡ് അംഗം നിതീഷ് TSന്റെ നേതൃത്വത്തിലാണ് യുവദേശം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് സ്കൂളും പരിസരവും അണുനശീകരണം നടത്തിയത്. ക്ലബ്ബ് ഭാരവാഹികളായ അജിൽ കൃഷ്ണ, നിർമ്മൽ, അജോ, അമൽ എന്നിവർ നേതൃത്വം നൽകി. ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെസ്സി റോസും സ്റ്റാഫ് അംഗങ്ങളും ശുചീകരണത്തിന്റെ ഭാഗമായി. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വർഗീയ പ്രചരണമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പറയാതെ വർഗീയത മാത്രമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടുതൽ നേടിയിട്ടുള്ളത് CPM ആണ്. ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയ കൂട്ടുകെട്ടാണെന്ന് ആക്ഷേപിക്കുന്നത് തെറ്റാണ്. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്തുന്നതോടെ ചിത്രം മാറും. UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റ് തൃശൂർ റോഡിൽ നിർമ്മിക്കുന്ന വ്യാപാര ഭവൻ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി. നിയോജകമണ്ഡലം ചെയർമാൻ P. നാരായണൻകുട്ടി, ജനറൽ കൺവീനർ KM മുഹമ്മദ്, യൂണിറ്റ് സെക്രട്ടറി PK ബാലകൃഷ്ണൻ, അലി, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും MP-യും MLA-യുമായിരുന്ന PK കുഞ്ഞച്ചന്റെ 36-ാം വാർഷിക ദിനാചരണം നടന്നു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം S ദിനകരൻ, MV മുകേഷ്, കോമളം രാജൻ, MB സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ആസ്ഥാനമായുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിന് എഴുത്തുകാരനായ തിരുവല്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാത ചീനിക്കുളങ്ങര C. ഗോപദാസിനെ തിരഞ്ഞെടുത്തു. ചീത എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 10 വർഷം തിരുവല്ലാമല പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജൂൺ 18-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും PKS ചേലക്കര ഏരിയ സെക്രട്ടറിയുമാണ് ഗോപദാസ്. തൃശൂർ നൃത്താഞ്ജലി കലാക്ഷേത്ര സമിതിയുടെ അരങ്ങേറ്റ മഹോത്സവം അവാർഡ് നൈറ്റും കൂർക്കഞ്ചേരിയിൽ നടന്നു. അഖില K. അനന്തരാമൻ ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞൻ തൃശൂർ ശിവൻ, നൃത്താധ്യാപിക ലീല, ഫോട്ടോഗ്രാഫർ സുനിൽ സൂര്യ തുടങ്ങിയവരെ ആദരിച്ചു.
ചൂണ്ടൽ പഞ്ചായത്ത് 13-ാം വാർഡ് പെരുമണ്ണിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു. വാർഡംഗവും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുനിത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. CDS അംഗം സീന സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം സച്ചിൻ പ്രകാശ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് 3 വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. പാറയ്ക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏത് നിമിഷവും പാറ പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3 സെന്റ് ഗ്രാമത്തിൽ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. എന്നാൽ വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. പാറ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മണ്ണെടുത്ത അഗാധമായ കുഴിയിലേക്ക് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ചാലക്കുടിയിലെ കോണ്ടിനെന്റ് ഗ്രൂപ്പ് അക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭാ അധികൃതർ തടഞ്ഞു. മണ്ണിടിഞ്ഞുപോയ റോഡരികിലെ 50 മീറ്റർ ദൂരം അടിയന്തരമായി സുരക്ഷിതമാക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസിൽ നിർദ്ദേശം നൽകി. മണ്ണിടിഞ്ഞ മറ്റ് 3 ഭാഗങ്ങളിലും സുരക്ഷാ സംവിധാനം ഒരുക്കിയ ശേഷമേ മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി NOC നൽകുകയുള്ളൂവെന്ന് നഗരസഭ വ്യക്തമാക്കി. സൈറ്റ് ഓഫീസ് ഇടിഞ്ഞു വീണതിന്റെ 60 അടി താഴ്ചയിൽ ഉൾഭാഗത്ത് വൻതോതിൽ മണ്ണ് ഒലിച്ചുപോയിട്ടുണ്ട്. ഇതേ തുടർന്ന് സൌത്ത് ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ റോഡിൽ ചാലക്കുടി തഹസിൽദാർ ഗതാഗത നിയന്ത്രണം നിർദ്ദേശിച്ചു. എത്രയും വേഗം കോൺക്രീറ്റിംഗ് ചെയ്തില്ലെങ്കിൽ പൈലിംഗിനായി മണ്ണെടുത്ത 4 ഭാഗങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയായിട്ടുണ്ട്. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ശുചിമുറി സൌകര്യമില്ലാത്തത് ഇവിടേക്ക് എത്തുന്നവരെ വലയ്ക്കുന്നു. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൌകര്യം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തം. പെൺകുട്ടികളടക്കം 100 കണക്കിന് പേരെത്തുന്ന അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാവശ്യമായ സൗകര്യമില്ലാത്ത സ്ഥിതിയാണ്. തൃശൂർ താലൂക്കിന് കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഈ ദുരവസ്ഥ. ഇത് അത്താണിയിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ഞാനിവിടെ പരിശീലനത്തിന് വന്നതാണ്. ഇവിടെയാണെങ്കിൽ കുറേ പേര് ടെസ്റ്റ് ഡ്രൈവിനും പരിശീലനത്തിനും പിന്നെ എടുക്കാനൊക്കെ ആയിട്ട് കുറേ പെൺകുട്ടികളൊക്കെ വരുന്നതാണ്. ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഇല്ല. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ഒരു ബാത്റൂം ആവശ്യമാണല്ലോ. അതൊരു ബാത്റൂം സൗകര്യം റെഡിയാക്കി തരണമെന്ന് ഒരു അപേക്ഷയുണ്ട്. ഒരു ദിവസം 120-ലേറെ പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 100-ലേറെ വാഹനങ്ങളും റീടെസ്റ്റിനായി 50 വാഹനങ്ങളും ഡ്രൈവിംഗ് പരിശീലനത്തിനായി 60-ലേറെ പേരും ഇവിടേക്ക് എത്തുന്നു. ഇവരുടെ കൂടെ എത്തുന്നവരും ഡ്രൈവിംഗ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പരിശീലകരുമടക്കം നിരവധി ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. ടെസ്റ്റിന് തന്നെ 150 പേരുടെ അടുത്ത് പെൺകുട്ടികളടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസിനും റീടെസ്റ്റിനും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഈ ഡ്രൈവിംഗ് പരിശീലിക്കാൻ വരുന്നവരുടെ കൂടെയുള്ള കുട്ടികൾ, ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, ഇവരൊക്കെ ദിനം പ്രതി വരുന്ന ഒരു ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇവിടെ. ഇവിടെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യം, ഇവിടെ ഒരു ബാത്റൂമില്ല, നല്ല രീതിയിലുള്ളൊരു ബാത്റൂമില്ല.
ഈ ബാത്റൂം ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ബാത്റൂമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകിട് വെട്ടുകൊണ്ട് ഞങ്ങൾ തന്നെ തട്ടിക്കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ദിനം പ്രതി ഇവിടെ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുലർച്ചെ 4:45-നും 5 മണിക്കൊക്കെ ഇവിടെ പ്രാക്ടീസിന് വരുന്ന കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചേർന്ന് സ്ഥാപിച്ച ഒരു തകരപ്പെട്ടിയാണ് ഇപ്പോൾ താൽക്കാലിക ശുചിമുറിയായി ഉപയോഗിക്കുന്നത്. ഇതാകട്ടെ ശോചനീയാവസ്ഥയിലാണെന്ന് മാത്രമല്ല ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായും മാറി. ഇപ്പോൾ ഈ തണിയിൽ ടെസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരെ എല്ലാവരും കൂടി ചേർന്നിട്ട്, അതായത് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങൾ ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബാത്റൂമാണ് ഈ അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലെ ആകെയുള്ള ഒരു ബാത്റൂമാണ്. അനവധി സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഇവിടെ ടെസ്റ്റിന് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ബാത്റൂം ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് നല്ല രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പുലർച്ചെ 5:30 അല്ലെങ്കിൽ 5:45, 6 മണിക്ക് തൊട്ട് ഇവിടെ കുട്ടികളെ പ്രാക്ടീസിന് വന്നു തുടങ്ങും. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ഒരു വടി കിടക്കുന്നുണ്ട്. ആ വടി ഇട്ടിട്ട് തട്ടി നോക്കണം. കാരണം ഇവിടെ ഇഴജന്തുക്കളെ പാമ്പൊക്കെ ഉണ്ടാവാറ് പതിവുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വളരെ ശോചനീയമായുള്ള അവസ്ഥയാണ് നമ്മുടെ ഈ അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലുള്ളത്. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പലയിടത്തും പുല്ലുകൾ വളർന്നതോടെ പുലർച്ചെ മുതൽ പരിശീലനത്തിനെത്തുന്ന ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾ ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഇവിടേക്കെത്താൻ. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് ശങ്ക തീർക്കണമെങ്കിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണ്. പെൺകുട്ടികളടക്കം നിരവധി പേരെത്തുന്ന ഇവിടെ നല്ലൊരു ബാത്റൂം സൗകര്യം ഒരുക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. മഴ കനത്തതോടെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്മനിപ്പടി റോഡിലും മല്ലാട് ഓവുങ്ങൽ റോഡിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നു പോകാനാകാത്ത സ്ഥിതിയായി. വലിയ തോടും കാനകളും നിറഞ്ഞ ഒഴുകി വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങൾ കേടായി. മാണിക്യത്തുപടി, പേരകം, പുത്തമ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ ചെറുമഴ പെയ്തപ്പോഴേക്കും റോഡുകൾ വെള്ളത്തിലാകും. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും തോടുകളുടെ വീതി കുറഞ്ഞതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാലക്കുടിയുടെ നീതിന്യായ തലപ്പത്ത് ഇപ്പോൾ വനിതാത്രയം. ചാലക്കുടിയിലെ 3 കോടതികളും നിലവിൽ നിയന്ത്രിക്കുന്നത് വനിതകൾ. ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ചുമതല ഇപ്പോൾ വിവീജ സേതുമോഹനാണ്. നേരത്തെയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സിറാജുദ്ദീൻ സ്ഥലം മാറിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജായ വിവീജ സേതുമോഹന് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചാലക്കുടി കോടതിയുടെ അധിക ചുമതല നൽകി. മുൻസിഫായിരുന്ന MS ഷൈനി സ്ഥലം മാറിയപ്പോൾ ജൂനിയർ സിവിൽ ജഡ്ജായി പാർവതി വിജയനും ചാലക്കുടിയിലെത്തി. 1 വർഷം മുൻപാണ് മറ്റൊരു വനിതയായ VS സവിത ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ചുമതലയേറ്റത്. കലാഭവൻ മണി പാർക്കിൽ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ മൂവരും ഒന്നിച്ചു പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായി വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.59 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചതെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. പീച്ചി ഡാമിൽ നിന്ന് വെള്ളമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിങ്ങാട് മൈതാനത്തുള്ള ഓവർഹെഡ് ടാങ്കിൽ എത്തിച്ച് ഉപഭോക്താക്കൾക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി പൂർണ്ണമായും ഓൺലൈൻ ആക്കിയാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വെള്ളത്തിന്റെ വരവിൽ അളവ് കുറഞ്ഞാലും ലൈനിൽ ലീക്ക് ഉണ്ടായാൽ ഉടനടി പരിഹാരം കാണാനാകും. സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് മേയർ വ്യക്തമാക്കി. ചാലക്കുടിയിൽ വ്യാജ മയക്കുമരുന്ന് കേസിൽ ശിക്ഷ അനുഭവിച്ച ഷീല സണ്ണിക്ക് സമാനമായി മറ്റൊരു കേസും കൂടി. വീട്ടിൽ നിന്നും മ്ലാവിന്റെ മാംസം പിടികൂടിയെന്നാരോപിച്ച വനംവകുപ്പ് എടുത്ത കേസിൽ വഴിത്തിരിവ്. 39 ദിവസം ജയിലിൽ കിടന്ന പേരാമ്പ്ര സ്വദേശികൾ നിരപരാധികളെന്ന് വ്യക്തമാകുന്നു. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് പരിശോധനാ ഫലം പുറത്തുവന്നു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയുടെ ഫലം 3 ദിവസം മുൻപാണ് പുറത്തുവന്നത്. പശുവിന്റെ മാംസമായിരുന്നു കണ്ടെടുത്തതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. പേരാമ്പ്ര സ്വദേശി ജോബിയുടെ വീട്ടിൽ നിന്നും 2024 സെപ്റ്റംബർ 30-നാണ് ചാലക്കുടി ഡിവൈഎസ്പി മാംസം കണ്ടെടുത്ത് വനപാലകർക്ക് കൈമാറിയത്. തുടർന്ന് 6 പേരെ മുപ്ലിയം ഫോറസ്റ്റ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പരിശോധനാഫലം പുറത്തുവന്നതോടെ കേസിലെ 2ാം പ്രതിയായിരുന്ന ചാലക്കുടി മേച്ചിറ സ്വദേശി കാര്യാടൻ വീട്ടിൽ സുജേഷ് എന്ന കണ്ണൻ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർമാരെ ഇതെല്ലാം ഇറച്ചി, ഇത് പശുവിൻ്റെ ഇറച്ചിയാണ്, ബീഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം, തെളിയിച്ചാൽ മതി എന്നും പറഞ്ഞ് ജോബിനെ അങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ
മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ച് എന്നെ അടിച്ചേൽപ്പിച്ചു ആ കേസ്. എന്നിട്ട് അവർ തന്നെ എൻ്റെ നിന്ന് കുറേ എഴുതി മേടിച്ചിട്ടുണ്ട്, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. വീണ്ടും കള്ളക്കേസിൽ കൊടുക്കാനുള്ള പേടിയുണ്ട് എനിക്ക്. എന്നാലും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. സാമ്പാടിയാണെന്നുള്ള ഇനത്തിൽപ്പെട്ട മ്ലാവിനെയാണ് ഇവർ വേട്ടയാടിയെന്നാണ് ഫോറസ്റ്റിൻ്റെ കേസ്. എന്നാൽ ഷെഡ്യൂൾ 1 പെടുന്ന വന്യമൃഗമല്ല, ബൂസ്റ്റ് ടോറസ് ഇനത്തിൽപ്പെടുന്ന കന്നുകാലിയാണെന്നുമാണ് ആ പരിശോധന ഫലത്തിലൂടെ കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 35 ദിവസക്കാലം ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അടുത്ത നടപടി എന്ന രീതിയിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കുറ്റക്കാരായിട്ടുള്ള മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ചുമട്ട് തൊഴിലാളിയായ കണ്ണന് കേസിൽ കുടുങ്ങിയത് മൂലം ഇപ്പോൾ ജോലിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കലഹത്തിൽ ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു. ഒരു ജോലിയില്ലാണ്ട് ഇപ്പോൾ രാത്രി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുടുംബം ഭയങ്കര പട്ടിണിയിലാണ്. ഞാൻ ആകെ ഒരു ഏക മകനാണോ, അച്ഛനമ്മ 2 കുട്ടികൾ. 10 മാസമായിട്ട് എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ ജോലി എനിക്ക് തിരിച്ചു തരണം. തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കശാപ്പ് ജോലിയുടെ ഭാഗമായി നല്ല ഉരുക്കളുടെ മാംസം കിട്ടിയാൽ പലർക്കും എത്തിച്ചു നൽകാറുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഒരു തവണ ലഭിച്ച പശുവിന്റെ മാംസമാണ് ജോബിക്ക് നൽകിയത്. വിനോദയാത്രയ്ക്ക് പോയിരുന്ന ജോബി മഞ്ഞളും ഉപ്പും തേച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പശുവിന്റെ മാംസമാണ് മ്ലാവിൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് ചാലക്കുടിയിലെ അന്നത്തെ ഡിവൈഎസ്പി പിടികൂടി വനം വകുപ്പിന് കൈമാറിയത്. TCV ചാലക്കുടി. ഏനാമക്കൽ നെഹ്റു പാർക്കിന് മുന്നിൽ റോഡിലെ ചെളി അപകടങ്ങൾക്ക് കാരണമാകുന്നു. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലെ റിംഗ് ബണ്ട് പൊളിച്ച ശേഷമുള്ള മണ്ണ് കൊണ്ടുപോകുന്നതിനിടെ വീണതാണ് റോഡിൽ ചെളി രൂക്ഷമാകാൻ കാരണം. ഇതിൽ ഇരുചക്ര വാഹനങ്ങൾ തന്നെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം കരുവന്തല സ്വദേശി ശ്യാംജിത്തിന് പാർക്കിന് മുന്നിൽ തന്നെ വീണ് പരിക്കേറ്റിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി പേർക്കാണ് ഇവിടെ വീണ് പരിക്കേറ്റിട്ടുള്ളത്. ചെളി നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടുവെങ്കിലും അനുകൂലമായ നിലപാട് ഉണ്ടായില്ലെന്ന് നെഹ്റു പാർക്കിന്റെ കെയർടേക്കർ രഞ്ജിനി അനിലൻ പറഞ്ഞു. ബണ്ടിനോട് ചേർന്നിട്ടുള്ള വളയംകെട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ആ വളയംകെട്ട് പൊട്ടിച്ചതിൻ്റെ മണ്ണ് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിനോട് സമീപത്തുള്ള ആലിൻ്റെ ചോട്ടിൽ ഡംപ് ചെയ്യാണ്. കുറച്ച് ദിവസമായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, റോഡിൽ ഇങ്ങനെ ചെളി കൂടുന്നുണ്ട്, എന്തെങ്കിലും വൃത്തി ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പാർക്കിലേക്ക് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല. വരുന്ന 2 വീലറുകളൊക്കെ വഴിക്ക് വീണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ, അതായത് നമ്മൾ ഇറിഗേഷനോട് പറയുമ്പോൾ ഇറിഗേഷൻ്റെ റോഡാന്ന് പറയും, പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡല്ല എന്ന് പറയും, പിന്നെ ടൂറിസത്തിൻ്റെ അല്ല റോഡ്. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് നിന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട അധികൃതർ ആരാണെങ്കിലും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്തെങ്കിലും ഈ അപകടം മാറ്റാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പാർക്കിന് മുന്നിൽ ചെളിയായതിനാൽ വരുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നതായും വരുന്നവർ മടങ്ങിപ്പോവുകയാണെന്നും പറയുന്നു. നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി CPM പാട്ടൂരാക്കൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പൂങ്കുന്നം സീതാറാം മില്ലൈൻ കുന്നത്ത് നിവാസികളും സഹോദരിമാരുമായ ആലിക്കൽ ഖദീജ, സുബൈദ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീടിന്റെ താക്കോൽ കൈമാറി. യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾ സഹായിച്ചിട്ടുള്ള ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായിട്ട് വീട് നമ്മൾ ഏൽപ്പിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാണിജ്യം. സിൽവർ ജൂബിലി ആഘോഷത്തോടൊപ്പം MBA പ്രവേശന പരീക്ഷാ രംഗത്ത് മിന്നും വിജയ നേട്ടവുമായി ടൈം തൃശൂർ വിജയകുതിപ്പ് തുടരുന്നു. 2024 കാറ്റ് പ്രവേശന പരീക്ഷയിൽ ടൈം തൃശൂരിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും മറ്റു ഉന്നത MBA കോളേജുകളിൽ പ്രവേശനം നേടിയ 100-ൽ പരം വിദ്യാർത്ഥികളെയും തൃശൂരിൽ അനുമോദിച്ചു. മിഷൻ ക്വാർട്ടേഴ്സ് ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ടൈം സീനിയർ ജനറൽ മാനേജർ ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് സുശീൽ തോമസ് മുഖ്യാതിഥിയായി. ടൈം തൃശൂർ ഡയറക്ടർ ഡിജു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു. പരിചയസമ്പത്തും ഉയർന്ന വിജയ ശതമാനവും കൊണ്ട് കാറ്റ് പ്രവേശന പരീക്ഷയിൽ ഓരോ വർഷവും മികച്ച വിദ്യാർത്ഥികളെ പുറത്തിറക്കുന്ന ടൈം തൃശൂർ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 124 വിദ്യാർത്ഥികളെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രവേശനത്തിന് പ്രാപ്തരാക്കിയത്. ഓരോ വർഷവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക വഴി തൃശൂരിലെ മറ്റു മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്കും മാതൃകയാകുക കൂടിയാണ് 25 വർഷമായി ഈ രംഗത്ത് അജയ്യരായി നിലകൊള്ളുന്ന ടൈം തൃശൂർ. ബാങ്ക്, SSC, റെയിൽവേ തുടങ്ങിയ സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായും +1, +2 വിദ്യാർത്ഥികൾക്കായുള്ള IPM,
കാറ്റ് എന്നീ പരീക്ഷകൾക്കായും വിദ്യാർത്ഥികളെ സജ്ജരാക്കി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. കാറ്റ് 25 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി അനുയോജ്യവും സൗകര്യപ്രദവുമായ സൺഡേ റെഗുലർ ബാച്ചുകൾ ഒരുക്കി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ആശുപത്രിയുടെ മുൻവശത്തായുള്ള ടൈം ഓഫീസിന്റെ കരിയർ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ, 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വ്യാജ ലഹരി കേസിൽ ഷീല സണിയെ കുടുക്കിയ പ്രതി ലിവിയ ജോസിനെ കൊടുങ്ങല്ലൂരിലെത്തിച്ചു. ലിവിയെ പോലീസ് ചോദ്യം ചെയ്തു. കോയമ്പത്തൂരിൽ തൃശൂർ സ്വദേശി ആക്രമിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ പുതിയ ടൈം ടേബിൾ നാളെ മുതൽ നിലവിൽ വരും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. 11 kV ലൈനിലേക്ക് കൂറ്റം മരം വീണു. ചൊക്കന നായാട്ടുകുന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം അവഗണിച്ചതായി നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.